അസൂയ അത് നമ്മെ നമ്മുടെ ദീൻ നശിപ്പിക്കുന്നതിലേക്ക് നയിക്കും. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അസൂയ കൊണ്ടാണ് ലോകത്ത് ആദ്യത്തെ മാസ്യത്ത് നടന്നത്, അസൂയ കൊണ്ടാണ് ലോകത്ത് ആദ്യത്തെ കൊലപാതകവും നടന്നത്. ആദ്യത്തെ മാസ്യത്ത്, അള്ളാഹുവിനോടുള്ള ആദ്യത്തെ ധിക്കാരം ഇബ്ലീസ് ചെയ്തത് എന്തുകൊണ്ടാണ്? ആദം നബി അലൈഹിസ്സലാമിനോടുള്ള അസൂയ കൊണ്ട്. ആദ്യത്തെ കൊലപാതകം നടന്നത് ആദം അലൈഹിസ്സലാമിൻ്റെ 2 മക്കളിൽ ഒരാൾ ഖാബീൽ ഹാബീലിനെ കൊലപ്പെടുത്തിയത് അസൂയ കൊണ്ടാണ്. കാരണം അസൂയായിരുന്നു. അതിന് പിന്നിൽ കഥയുണ്ട്. പക്ഷെ കാരണം ഇതായിരുന്നു, അസൂയ കൊണ്ടാണ്. അത് മനുഷ്യൻ്റെ ദീൻ തന്നെ നശിപ്പിച്ച് കളഞ്ഞേക്കും. വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ആളുകൾക്ക് എന്തെങ്കിലും ഖൈർ ലഭിക്കുമ്പോൾ അതുപോലുള്ളത് ലഭിക്കാൻ മനുഷ്യന് ആഗ്രഹം തോന്നും. ഒരാൾക്ക് ഷർറ് ഉണ്ടായാൽ ആ ഷർറ് പോലുള്ളത് നമുക്ക് വരരുത് എന്ന് ആഗ്രഹം തോന്നും. മനുഷ്യൻ്റെ സ്വാഭാവിക പ്രകൃതിയാണത്. പക്ഷെ ഒരാൾ നശിച്ചു പോകുന്ന അസൂയ എന്താണ്? തൻ്റെ സഹോദരന് ഖൈർ, അവൻ്റെ ഖൈർ നശിക്കണം എന്നാഗ്രഹിക്കുക, അവന് ഷർറ് വരണം എന്ന് ആഗ്രഹിക്കുക. അതാണ് ഒരാളെ നശിപ്പിച്ച് കളയുന്ന അസൂയ. മനുഷ്യൻ്റെ സ്വാഭാവിക പ്രകൃതികളിൽപ്പെട്ടതാണെന്ത്? എന്നെക്കാളും മുകളിൽ ഒരാൾ പോരും, ഞാൻ ഏറ്റവും മുകളിലെത്തണം എന്ന ചിന്ത മനുഷ്യൻ്റെ സ്വാഭാവിക പ്രകൃതിയാണ്. അവനത് പലപ്പോഴും ഒഴിവാക്കാൻ പലപ്പോഴും സാധിക്കില്ല. അപ്പോൾ ഒരാൾക്ക് ഖൈർ കിട്ടുമ്പോൾ അയാൾ ഏത് നിലയ്ക്ക് അയാൾക്ക് പ്രയാസം തോന്നുകയാണ്, എനിക്കത് കിട്ടിയില്ലല്ലോ, അയാൾ എന്നെക്കാളും മുകളിൽ പോയല്ലോ. ഇത് മനുഷ്യൻ്റെ സ്വാഭാവിക പ്രകൃതിയാണ്, പലപ്പോഴും മനുഷ്യന് ഒഴിവാക്കാൻ സാധിക്കാത്തതാണ്. എന്നാൽ അത് ഒഴിവാക്കുകയും അള്ളാഹു തനിക്ക് തന്നതിൽ തൃപ്തിപ്പെടുകയും തൻ്റെ സഹോദരന് ഖൈറിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപകടകരമായ അവസ്ഥ എന്താണ്? ഒരാളുടെ നാശം ആഗ്രഹിക്കുമ്പോഴാണ് ഒരാൾ അപകടത്തിലെത്തിച്ചേരുക. അവനെന്ത് ഈ അസൂയക്കാരനെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ അവനെ കണ്ടാൽ ഒരാൾക്ക് ഇവനിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഖേദമാണ് തോന്നുക. കാരണം അസൂയക്കാരൻ എപ്പോഴും സ്വയം നീറി ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്? കാരണം അവൻ മറ്റൊരാൾക്ക് കിട്ടുന്ന ഖൈറിൽ വിഷമിക്കുകയാണ്. ഖൈർ ആരാണ് കൊടുക്കുന്നത്? അള്ളാഹുവാണ്. റബ്ബിൻ്റെ ഖൈർ ആർക്ക് കാണാൻ പറ്റും? റബ്ബ് അവന് ഖൈർ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് കാണുന്നതിനെ ഇവൻ പ്രയാസപ്പെട്ടാലോ നീറി ഇവൻ സ്വയം ഇല്ലാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അസൂയക്കാരനെ പണ്ഡിതന്മാർ പറഞ്ഞത് അവൻ അള്ളാഹുവിൻ്റെ വിധിയുടെ ശത്രുവാണ്. അള്ളാഹുവിൻ്റെ വിധി കൊണ്ടാണ് ഇത് നടക്കുന്നത്. പക്ഷേ ഇവൻ ഇത് ഇഷ്ടമാകുന്നില്ല, അള്ളാഹു ഒരാൾക്ക് ഖൈർ കൊടുക്കുന്നത്. ഇങ്ങനെ വലിയ അപകടങ്ങൾ അസൂയ കൊണ്ട്, അത് വളരെ ശ്രദ്ധിക്കണം. ഇബ്ലീസ് നശിച്ചത് അങ്ങനെയാണ്, യഹൂദികൾ നശിച്ചത് അങ്ങനെയാണ്.